ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ആക്സിസ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ moment of inertia will depend on the axis. First you have to specify an axis. First I will consider the symmetry axis of cylinder. Symmetry axis of cylinder. What is meant by symmetry axis of cylinder? The one which is parallel to its length and passing. The one which is parallel to its length and passing through the center. This is the symmetry axis. Okay. So what is moment of inertia about this axis for this particular cylinder? Consider the cylinder of mass m, radius r, length l. Okay, these are the parameters. The length is l, the radius is r, mass is m. You want to find the moment of inertia about this axis. Okay, we can do it in different ways. And first method is method 1. Imagine the cylinder is made up of n disc. Okay, so ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഡിസ്ക് പോലെ കാണുന്നുണ്ട്. ഇതിപ്പോൾ സിലിണ്ടറിനെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിനെ നിങ്ങൾക്ക് കുറേ ഡിസ്കുകളായിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, n ഡിസ്ക്. ഈച്ച് വിൽ ഹാവ് മാസ്. ഓരോ ഡിസ്കിനും എത്ര മാസ് ഉണ്ടാവും? ടോട്ടൽ മാസ് എം ആണ് സിലിണ്ടറിൻ്റെ. n ഡിസ്ക് ആയെങ്കിൽ ഓരോ ഡിസ്കിനും m/n മാസ് ആയിരിക്കും. m/n മാസ് ആയിരിക്കും. Now we already have moment of inertia of a disk of mass m and radius r as I is equal to m r square divided by 2. This is moment of inertia of a disk of mass m and radius r. ഇത് ഏത് ആക്സിസിലാണ്? About an axis passing through center and perpendicular to the plane of the disk. About an axis passing through center and perpendicular to the plane of the disk. I disk, moment of inertia of disk is mr square by 2. Okay, therefore moment of inertia of disk of mass m/n is I is equal to, അതിനെ ഞാൻ di എന്ന് വിളിക്കുകയാണ്. കാരണം എനിക്ക് ഈ സിലിണ്ടറിൻ്റെ ആണ് കാണേണ്ടത്. സിലിണ്ടറിനെ ഞാൻ കുറേ ഡിസ്കായിട്ട് മുറിച്ചു. അതിലൊരു പർട്ടിക്കുലർ ഡിസ്ക്, ഇപ്പോൾ ടോട്ടലിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കാണുന്നത്. അതിനെ di എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് m/n ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. m/n ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. ഇങ്ങനെയുള്ള കുറേ ഡിസ്കുകൾ അടുക്കി വെച്ചാണ് നമ്മൾ ആ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു സ്കേലാർ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് എ സ്കേലാർ about an axis. Moment of inertia about an axis is a scalar. So
to find the total moment of inertia, we can simply add the contributions from different parts. Okay, contributions from different elements. Or different parts. നിങ്ങൾ ഈ സിലിണ്ടറിനെ കുറെ ഡിസ്കുകളാക്കി മുറിച്ചു എന്ന് ഇമാജിൻ ചെയ്തു. അതിൽ ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതാണ് എങ്കിൽ ആ ടോട്ടൽ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐ സിലിണ്ടർ എന്ന് പറയുന്നത് ഐ ഡിസ്ക് പ്ലസ് ഐ ഡിസ്ക് പ്ലസ് എക്സെട്ര ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? n സച്ച് ഡിസ്ക്സ് ആർ ദർ. ഓരോ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇതിൽ ഓരോ ഡിസ്കിനും എത്ര മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെ ഉള്ളത്? m/n into r². സോ ഐ സിലിണ്ടർ ഈസ് m/n r²/2 m/n r²/2 പ്ലസ് എക്സെട്ര. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ടാവും? ഇങ്ങനെ n ടേംസ് ഉണ്ടാവും. Therefore I cylinder is equal to n into m/n r²/2. n into m/n r²/2. So final answer is mr²/2. So m മാസ് ഉള്ള ഒരു സിലിണ്ടർ r റേഡിയസ് ആണ് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 തന്നെ. ഇറ്റ് ഈസ് ദ സെയിം വാല്യൂ വി ഒബ്റ്റൈൻ ഫോർ ഡിസ്ക്. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും so moment of inertia of a disk and solid cylinder has the same equation. കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ m എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ മാസ് ഓഫ് സിലിണ്ടർ ആണ്. mr²/2 എന്ന് പറഞ്ഞ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എഴുതുമ്പോൾ m എന്ന് പറയുന്നത് ആ ഡിസ്കിന്റെ മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ് കുറേ ഡിസ്കുകൾ അടുക്കി വെച്ചുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് സോളിഡ് സിലിണ്ടർ. അപ്പോൾ സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനും ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനും സെയിം തന്നെ ആയിരിക്കും. അതിൽ mr²/2 എന്നാണ്. m എന്ന് പറയുന്നത് ഡിസ്കിന്റെ കാണുന്ന സമയത്ത് ഡിസ്കിന്റെ ടോട്ടൽ മാസും സിലിണ്ടറിന്റെ കാണുന്ന സമയത്ത് സിലിണ്ടറിന്റെ ടോട്ടൽ മാസും ആയിരിക്കും. ഓക്കെ, നൗ യു ഹാവ് അനദർ മെത്തേഡ് 2. In this method you have to know what is cylindrical coordinates. This is z axis. Okay, now suppose you are taking x axis and y axis like this. X, y, z. Now you are taking a mass element. കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആക്സിസിൽ നിന്ന് s ഡിസ്റ്റൻസ് അകലെ ഒരു മാസ് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ആ മാസ് എലമെന്റ് 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് ഇത് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. ഇങ്ങനൊരു മാസ് എലമെന്റ് കൺസിഡർ ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദിസ് ലെങ്ത്? ദിസ് ലെങ്ത് ഈസ് ds. കാരണം ഈ നീളം s ആണെന്ന് വിചാരിക്കുക. സെന്ററിൽ നിന്ന് ഈ മാസ് എലമെന്റിലേക്കുള്ള ദൂരം s, സർഫസ് വരെയുള്ള ദൂരം r ആണ്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ r ആണ്. നമുക്ക് ഈ മാസ് എലമെന്റ് കൺസിഡർ ചെയ്തതിലേക്കുള്ള ദൂരം s ആണ്. ഈ മാസ് എലമെന്റിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ds ആണ്. ഈ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? ഇങ്ങോട്ടുള്ള ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി s d∅. ഏതാണ് ആംഗിൾ ഫൈ? ഈ ഒരു കോണിന്റെ ഉള്ളിലുള്ള ആംഗിൾ ആണ് d∅ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് മുകളിലേക്കുള്ള ഹൈറ്റ് ആണ്. മുകളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് dz ആയിരിക്കും. സെഡിന്റെ ഡയറക്ഷനിൽ മുകളിലേക്കുള്ള ഹൈറ്റ് dz. ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് അടുക്കി വെച്ചിട്ടാണ് ഈ സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വോളിയം എലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എസ് ഡി എസ് ഡി ഫൈ ഡി സെഡ് വോളിയം എലമെന്റ് ഓഫ് സിലിണ്ടർ. ദെർഫോർ എലമെന്റൽ മാസ് എന്ന് പറയുന്നത്, അല്ലെ മാസ് എലമെന്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എസ് ഡി എസ് ഡി ഫൈ ഡി സെഡ്. What is rho? Rho is density, mass divided by volume. What is volume of a cylinder? It is pi r square L. L is the length of the cylinder, r is the radius. Pi r square L will give you the volume of cylinder. So density is mass by volume. രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഡി എം ഇൻറ്റു ആർ സ്ക്വയർ എന്നാണ്. ഡി എം എന്ന് പറയുന്നത് മാസ് എലമെന്റ് ആണ്. ആർ എന്ന് പറയുന്നത് മാസ് എലമെന്റിലേക്ക് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി മാസ് എലമെന്റ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ആൻഡ് മാസ് എലമെന്റ്. ആക്സിസ് ആൻഡ് മാസ് എലമെന്റ്. ഇവിടുത്തെ ആക്സിസും മാസ് എലമെന്റും നമുക്ക് അറിയാം. ഈ റെഡ് വണ്ണാണ് ആക്സിസ്, മാസ് എലമെന്റ് ഇതാണ്. ഇവിടേക്കുള്ള ദൂരം എസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ ഡി എമ്മിന്റെ സ്ഥാനത്ത് റോ എസ് ഡി എസ് ഡി ഫൈ ഡി സെഡ് ഇൻറ്റു എസ് സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് 3 വേരിയബിൾസ് ഉണ്ട്. എസ് എവിടെ മുതൽ എവിടം വരെ എടുക്കണം? ടോട്ടൽ എല്ലാ മാസും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എസിന്റെ വാല്യൂ 0 മുതൽ 6 വരെ പോകണം. സെഡിന്റെ വാല്യൂ 0 മുതൽ L വരെ പോകണം. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് കിട്ടണമെങ്കിൽ. ഫൈ എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് കറങ്ങി മൊത്തം ചുറ്റുമുള്ള എടുക്കണം. സോ 0 to 2π ആണ് ലിമിറ്റ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യം എസിന്റെ എഴുതുകയാണെങ്കിൽ 0 to r, ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്. സോ എസ് ക്യൂബ് ഡി എസ്, 0 to L ഡി സെഡ്, 0 to 2π ഡി ഫൈ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. എസ് ക്യൂബ് ഡി എസിന്റെ ഇന്റഗ്രൽ എസ് റേസ് ടു 4/4. എസ് റേസ് ടു 4/4ന് ലിമിറ്റ് കൊടുത്താൽ എസിന്റെ സ്ഥാനത്ത് ആദ്യം 6 കൊടുക്കും. r റേസ് ടു 4/4 മൈനസ് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. 0 to L ഡി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L കിട്ടും. ഇന്റഗ്രൽ ഡി സെഡ് സെഡ് ആണ്, ലിമിറ്റ് കൊടുക്കുമ്പോൾ L. ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്, ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π. ഓക്കെ, സോ ഇറ്റ് ഈസ് ഒരു 2 ഫോറും വെട്ടിയാൽ 1/2 r സ്ക്വയർ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? പൈ ആർ സ്ക്വയർ എൽ. നമ്മളൊരു ക്വാണ്ടിറ്റി എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ റോ ഉണ്ടായിരുന്നു, ഇവിടെ റോ ഉണ്ട്, ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ എൽ റോ. വാട്ട് ഈസ് പൈ ആർ സ്ക്വയർ എൽ റോ? ഇറ്റ് ഈസ് മാസ്. സോ ആൻസർ ഈസ് എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സിലിണ്ടറിനെ കുറെ ഡിസ്ക് ആക്കുകയല്ല ചെയ്യുന്നത്. പകരം സിലിണ്ടറിന്റെ തന്നെ ഒരു എലമെന്റൽ മാസ് കൺസിഡർ ചെയ്തു. ആ എലമെന്റൽ മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡി എം ഇൻറ്റു എസ് സ്ക്വയർ ആണ്. അതിന് ടോട്ടൽ കാണാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ, എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, നൗ വി ഹാവ് ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ, axis passing through center and perpendicular to length of cylinder. Perpendicular to length of cylinder. എന്തായിരിക്കും വരിക? സെയിം സിലിണ്ടർ തന്നെയാണ്, പക്ഷെ ഇതിനെ നിങ്ങൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആക്സിസ്. ഓ, ഈ ആക്സിസിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ആക്സിസ് ഈസ് സംതിങ് ലൈക്ക് this. Passing through center and perpendicular to the length of the cylinder. Perpendicular to the length of the cylinder. Okay. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക?
imagine, so again mass and mass is m, radius is r, length is l. Okay, so imagine that you divide this cylinder, imagine the cylinder to be made up of large number of discs, each having a thickness dx. Okay, അപ്പോൾ ഡി എക്സ് തിക്നെസ് ഉള്ള കുറേ ഡിസ്കുകൾ അടുക്കി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത് ഞാനിവിടെ ഈ ഡിസ്കിന്റെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓപ്പൺ ബോർഡ് എന്നുള്ള സോഫ്റ്റ്വെയറിലെ ഡിസ്കിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ പ്രോബ്ലമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഇതിന്. ഓക്കെ, ഇത് അതിലെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇതിലുള്ള ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യണം. ഞാൻ ആ ഡിസ്ക് കൺസിഡർ ചെയ്യുന്ന ഈ പോർഷനിലാണ്. കട്ട് ചെയ്ത് ഇവിടെ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഡിസ്കിന്റെ ഈ വിഡ്ത്താണ് ഞാൻ പറഞ്ഞത് ഡി എക്സ്. ഈ ഡിസ്ക് എത്ര ദൂരത്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എക്സ് ദൂരത്ത്. ആക്സിസിൽ നിന്ന് എക്സ് ദൂരത്തുള്ള ടേക്ക് ഡിസ്ക് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഈ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ആക്സിസിൽ. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം എവിടെ തൊട്ട് എവിടം വരെ. ഇങ്ങോട്ടുള്ള ദൂരം, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എൽ ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ദൂരം അങ്ങോട്ടുള്ള ദൂരം L/2 വെച്ചിട്ടായിരിക്കും. സോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ എൻഡിലുള്ള ഡിസ്ക് മുതൽ ഈ എൻഡിലുള്ള ഡിസ്ക് വരെ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം -L/2 ടു L/2. കാരണം ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ആക്സിസിനെ സംബന്ധിച്ചുള്ള ഈ എൻഡ് എന്ന് പറയുന്നത് -L/2, മറ്റേ എൻഡ് എന്ന് പറയുന്നത് +L/2. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് അകലുള്ള ഒരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് ഡിസ്ക് എത്രയായിരിക്കും? മാസ് ഓഫ് ഡിസ്ക് ഇറ്റ് ഈസ് m/L into dx. എന്താ കാരണം? ഈ സിലിണ്ടറിന്റെ മാസ് ആണ് m, സിലിണ്ടറിന്റെ ടോട്ടൽ ലെങ്ത് ആണ് L. ദെൻ വാട്ട് ഈസ് m/L? m/L ഈസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്മളിപ്പോൾ എത്ര ലെങ്ത് ഉള്ള ഡിസ്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്? ഡി എക്സ് ലെങ്ത്. സോ അതിന് മാസ് എത്ര ഉണ്ടാവും? m/L dx. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിസ്കിന്റെ നിങ്ങൾക്കറിയാം m/L dx മാസ് ഇൻറ്റു ഈ ഡിസ്കിന്റെ റേഡിയസ്. നമ്മൾ ഇവിടെ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യണം. ഒന്ന്, ഇപ്പം ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് ഈ ആക്സിസിലാണ്, അതായത് ഡിസ്കിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഡിസ്കിന്റെ ഒരു ഡയമീറ്റർ ആയിട്ടുള്ള ആക്സിസ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഈ ഡിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ്. നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒന്ന് വിചാരിച്ചു നോക്കുക, ഇതേപോലത്തെ ഒരു ആക്സിസ് ആണ് ഇവിടെ. അപ്പോൾ അതൊരു ഡയമീറ്റർ ആണ് വരും. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ ഫോർ എ ഡിസ്ക് ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, mr²/4 എന്നാണ്. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് m/L dx ആണ് ഡിസ്കിന്റെ മാസ്. r², r തന്നെയാണ്, /4. ദിസ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബ്ലാക്ക് ആക്സിസ്, റൈറ്റ്? ഈ ബ്ലാക്ക് ആക്സിസ് നമുക്ക് ബ്ലാക്ക് ആക്സിസിലുള്ള അല്ല വേണ്ടത്, ഈ റെഡ് ആക്സിസിലുള്ള വേണ്ടത്. ഈ രണ്ട് ആക്സിസിന് തമ്മിലുള്ള പ്രത്യേകത എന്താ? ഇവർ രണ്ടുപേരും പാരലൽ ആണ്. അതിൽ ഒരെണ്ണം സെന്റർ ഓഫ് മാസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവർക്കിടയ്ക്കുള്ള ദൂരം x ആണ്. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് റെഡ് ആക്സിസ് കാണാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് റെഡ് ആക്സിസ്. എത്രയാണ് വരിക?
ഇറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് ബ്ലാക്ക് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതിൻ്റെ കൂടെ പ്ലസ് മാസ് ഓഫ് ദ ഡിസ്ക് m/l dx ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാരലൽ ആക്സിസ് തിയറം ആണ്. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ആക്സിസ് ഈസ് സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ് പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. ഇവിടെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കിന്റെ ആണ് കാണുന്നത്. ഡിസ്കിന്റെ മാസ് m/l dx ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. ഇങ്ങനെയാണ് പാരലൽ ആക്സിസ് തിയറം. ആ തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ICM എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, is it clear? So moment of inertia about this axis is moment of inertia about this axis plus, so ഇവിടെ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്കിന്റെ കാര്യം നമ്മൾ പറയുന്നത്, സിലിണ്ടറിന്റെ കാര്യമല്ല. ഡിസ്കിന്റെ കേസിൽ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ ബ്ലാക്ക് വൺ. അതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് റെഡ്. സോ റെഡ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ബ്ലാക്ക് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ എന്തും കൂടെ ചേർത്താൽ മതി, മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ മാസ് എന്ന് പറയുന്നത് m/l dx ആണ്. നൗ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ, നമുക്ക് കാണേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ ഈസ് I is equal to എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എവിടം തൊട്ട് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇങ്ങനത്തെ ഡിസ്കുകൾ എവിടം മുതൽ എവിടം വരെ ഉണ്ട്? ഈ എൻഡ് മുതൽ -L/2 മുതൽ +L/2 വരെ ഇങ്ങനത്തെ ഡിസ്കുകൾ ഉണ്ട്. സോ -L/2 to +L/2 mr²/4l dx plus m/l x² dx. ആദ്യത്തെ ടൈമിൽ mr²/4l പുറത്തെടുക്കുക. ഇന്റഗ്രൽ dx x ആണ്. -L/2 to L/2 പ്ലസ് m/l പുറത്തെടുക്കുക. x² dx ഇന്റഗ്രൽ x³ ഫ്രം -L/2 to L/2. ആദ്യത്തെ ടൈം ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് L/2 മൈനസ് ലോവർ ലിമിറ്റ് -L/2 പ്ലസ് m/3l ഇൻറ്റു അപ്പർ ലിമിറ്റ് L³/8 മൈനസ് ലോവർ ലിമിറ്റ് -L³/8. ആദ്യത്തെ ടൈമിൽ mr²/4l ഇൻറ്റു L. രണ്ടാമത്തെ ടൈമിൽ m/3l ഇൻറ്റു 2L³/8. ക്യാൻസൽ ചെയ്യാനുള്ള ഇവിടെ ഒരു L ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു എല്ലും മുകളിലുള്ള ഒരു എല്ലും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി L² ഉണ്ടാവും. ഇവിടെ രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ താഴെ ഒരു 4 ഉണ്ടാവും. സോ ആൻസർ എത്രയാണ്? ആദ്യത്തെ ടൈം mr²/4, രണ്ടാമത്തെ ടൈം ml²/12. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr²/4 പ്ലസ് ml²/12. നമുക്ക് രണ്ട് ലിമിറ്റിംഗ് കേസുകൾ കൺസിഡർ ചെയ്യാം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ലിമിറ്റിംഗ് കേസസ്, ഒന്ന് r ടെൻസ് ടു 0 ആവുക. r ടെൻസ് ടു 0യിൽ എന്താവും? സിലിണ്ടർ എന്തായിട്ട് മാറും? സിലിണ്ടർ ബിക്കംസ് റോഡ് ആൻഡ് I becomes ml²/12. നിങ്ങൾ ഇതിൽ r-ന് 0 കൊടുത്താൽ, r 0 ആകുകയാണെങ്കിൽ ഇത് ml²/12 ആവും. ml²/12 ആണ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പെർപെൻഡിക്കുലർ ആക്സിസിൽ. രണ്ടാമത്തേത് നിങ്ങൾ L ടെൻസ് ടു 0 ആവുന്നതാണ്. ലെങ്ത് 0യിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ എന്തായിട്ട് മാറും? സിലിണ്ടർ ബിക്കംസ് ഡിസ്ക്. ഒരു സിലിണ്ടറിന്റെ ലെങ്ത് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിലിണ്ടർ ബിക്കംസ് ഡിസ്ക് ആൻഡ് യുവർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബിക്കംസ് mr²/4. mr²/4 ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ ആണ്. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ, ഇങ്ങനെ ഒരു ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് mr²/4. അപ്പൊ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ അതിന്റെ ലെങ്ത് 10 to 0 ആവുന്ന സമയത്ത് അത് ഡിസ്ക് ആവും. അപ്പൊ ഈ ഇക്വേഷൻ അതിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. r 10 to 0 ആവുന്ന സമയത്ത് അത് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ.